അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും. അവിടുത്തെ നീതി എന്ന് പറയുന്നത് അനന്ത കരുണയാണ്. ഏറ്റവും വലിയ പാപിയെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മൾ വിചാരിക്കുന്നത് സാധാരണ എന്താ, അവൻ ചെയ്ത തെറ്റാ, അതുകൊണ്ട് അവൻ ശിക്ഷിക്കണം, അവന് ശിക്ഷ കിട്ടണം, ഇതല്ലേ? ഇപ്പൊ നിങ്ങളുടെ മകൻ, ഇത് ആദ്യം അമ്മച്ചിമാരോടാണ് ചോദ്യം. അമ്മച്ചിമാർ മക്കളുള്ള അമ്മച്ചിമാരും ഉത്തരം പറയണം കേട്ടോ. അവർ മാത്രം ആദ്യം ഉത്തരം പറയണം. നിങ്ങളുടെ മകനെ അവൻ വലിയ ഒരു തിന്മ ചെയ്തു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവനിപ്പോ ജയിലിലാണ്. എന്ത് വേണം? അവൻ ജയിലിൽ തന്നെ കിടക്കണോ? അവൻ ശിക്ഷ മുഴുവൻ അനുഭവിക്കണോ? അതോ അവൻ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണോ? കൊണ്ടുവരണം. അവൻ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അല്ലേ? ആ അഭിപ്രായമുള്ളവർ കൈപൊക്കിയേ, കൈപൊക്കി പിടിക്കും. അപ്പൊ അവന് കുറ്റം ചെയ്തവന് ശിക്ഷ കിട്ടണ്ടേ? വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അവനെ ജയിലിൽ കൊണ്ടുവരാൻ, പിന്നെ അതിന് ശിക്ഷ കിട്ടണേ? കണ്ടോ, ഇതാണ് ദൈവത്തിന്റെ ഹൃദയം. അവൻ കുറ്റം ചെയ്തെന്നുള്ളത് ശരിയാണ്, പക്ഷെ അവൻ എൻ്റെ മകനാണ്. അവൻ ആദ്യം പുറത്തു കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലായിക്കോളാം, ഇനി മേലെ ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് ചെയ്തോളാം, അല്ലെങ്കിൽ അവന് പകരം എന്നെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യും, എന്നാൽ എൻ്റെ മോനെ. ഇത് ഇന്നത്തെ ഞാൻ ചേട്ടന്മാരോട് ചോദിക്കാത്തത് ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കും, പക്ഷെ എല്ലാവർക്കും അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഉത്തരം അത് അവൻ കുറച്ചാൾ കടന്നാലേ ശരിയാവുള്ളൂ. ഇല്ലേ? എന്താ പറയുക? എല്ലാവരും തയ്യാറുണ്ട്. അതല്ല ദൈവത്തിൻ്റെ സ്നേഹം. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും തിന്മയിൽ കിടക്കുന്നത്. നമ്മൾ എന്താ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പറയുന്നത്? ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവന്റെ, തിന്മ ചെയ്ത മനുഷ്യന്റെ തിന്മ അവനെതിരെ പരിഗണിക്കാതെ, നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ പരിഗണിക്കാതെ, കണ്ടോ, നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ പരിഗണിക്കാതെ, അതിന് നമ്മളെ ശിക്ഷിക്കാതെ, ആ ശിക്ഷ ആരേറ്റെടുത്തു? യേശുവിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ വെറുതെ വിട്ടു. ഞാനൊരു നാടകീയമായി അവതരിപ്പിക്കാൻ ഒരു കാര്യം, ആ യേശുവിനെ കുരിശിൽ തറച്ച അന്ന് നടന്നൊരു സംഭവം ഇങ്ങനെയാണ്. ജയിലിൽ അന്ന് കുരിശിൽ തറച്ച് കൊല്ലപ്പെടേണ്ടത ഒരു വലിയ കുറ്റവാളി, വളരെ വലിയ തിന്മകൾ ചെയ്തിട്ടുള്ള, വളരെ വലിയ പാപം ചെയ്തിട്ടുള്ള ഒരാൾ, അയാളെ അന്ന് വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമാണ്. ഇയാളിങ്ങനെ നോക്കിയിരിക്കുകയാണ്, എപ്പോഴാണ് അയാളെ കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ സമയമായി. പെട്ടെന്ന് പോലീസ് ഇൻസ്പെക്ടർ ജയിലർ വന്നിട്ട് പറഞ്ഞു, KP ബറബാസ്. ബറബാസ് എന്താ ഇതാ നിനക്ക് പോകാം, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങളെന്താ ഈ മരിക്കാൻ പോണ എന്നെ, കൊല്ലാൻ പോണ എന്നെ കളിയാക്കാണ്? അല്ല, നിങ്ങളെ വെറുതെ വിടാനുള്ള ചീട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ഓർഡറാണ്. നിങ്ങളെ സ്വതന്ത്രമാക്കാനുള്ള ഓർഡറാണ് തന്നിരിക്കുന്നത്. വേറെ വല്ല ബറബാസായിരിക്കും. ഇല്ല, നിങ്ങളിതാ 303 നമ്പർ, അതെ 303 നമ്പർ. ഓക്കെ, ശരിയാണ്, നമ്പർ ശരി, പേര്. പക്ഷെ എന്ത് പറ്റി? എങ്ങനെ എന്നെ വെറുതെ വിടും? ഞാൻ ഇത്രയും തിന്മ ചെയ്ത, ഇത്രയും വഞ്ചകനായ, ഇത്രയും ക്രൂരനായ എന്നെ വെറുതെ വിടാൻ എങ്ങനെ ഇത് സംഭവിക്കണം? നിയമപ്രകാരം എന്നെ ശിക്ഷിച്ചേ പറ്റൂ. ഞാൻ പറയാം, നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാ അങ്ങ് ആ മലയിലേക്ക് നോക്കും, അവിടെ 3 കുരിശുകൾ കാണുന്നില്ലേ? അതിൻ്റെ നടുവിലെ കുരിശായിരുന്നു
നിനക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ ആരും വേറെ ആരാ? വേറെ ഒരാൾ നിന്റെ തിന്മ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ശിക്ഷയും ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നു. ബറബ്ബാസിന്റെ ഹൃദയം, ശിലാഹൃദയം ഇത് കണ്ടിട്ട് അലിഞ്ഞോ ഇല്ലയോ? ബറബ്ബാസിന്റെ ഹൃദയത്തിൽ ഒരു വലിയ ജീവജലത്തിന്റെ ഒഴുക്ക്, സ്നേഹാഗ്നി ജ്വാലയുടെ കത്തൽ. ബറബ്ബാസ് അവിടെ കുരിശിന്റെ അടുത്തേക്ക് യേശുവേ, ദിവ്യകാരുണ്യനാഥ. ഇതാണ് വാസ്തവത്തിൽ രക്ഷാകര പദ്ധതിയുടെ അർത്ഥം. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും നിന്നെ ഞാൻ തൂവെള്ള പോലെയാണ്. ഈ ഒരു ദിവ്യകാരുണ്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ അത് അവൻ രണ്ടടി കിട്ടിയാലേ ശരിയാവുള്ളൂ. അവൻ കുറ്റം ചെയ്തെങ്കിൽ അവന് ശിക്ഷ കിട്ടണം. അതല്ല ദൈവത്തിന്റെ ഹൃദയം. കൽപ്പനകൾ വന്നത് എന്തിനാണ്? കൽപ്പനകൾ റോമർ 3:20 പറയുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വിശുദ്ധ കുർബാനയെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി വന്ന് ഞാൻ ഇതാ ഇപ്പൊ പറയണം. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നിയമം വഴി പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ രക്ഷ സൗജന്യമാണ്. എന്നാൽ നിയമം വന്നിരിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിയമം മോശ വഴി വന്നു, എന്നാൽ കൃപയും സത്യവും യേശു വഴി വന്നു. ഒന്ന് പറഞ്ഞേ, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഒന്ന് പൊക്കിയിട്ട് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് പോകുക, ഇടതുവശം. എന്താണ് ഇടതുവശം? ഇടതുകൈ ഇങ്ങനെ ഒന്ന് കാണിച്ചേ. നിയമം വന്നത് എവിടുന്ന? മോശ വഴി. 1-2 പ്രാവശ്യം കാണിച്ചു, മോശ വഴി. ഇനി ആ കൈ വിടല്ലേ. മോശ വഴി വന്നെങ്കിലും ദൈവം തന്നെയാണ് നിയമം തന്നതില്ലേ? നിയമം മാറുമോ? ഇല്ല. നിയമം വള്ളി പോലും മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഇടതുവശത്ത് പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ വലത് കൈ ഉയർത്തി. കൃപയും സത്യവുമാകട്ടെ യേശു വഴി. ഇനി 2 കൈയും ഇങ്ങനെ ഒന്ന് കാണിച്ചു. നിയമം രക്ഷ, നിയമം കൃപ, നിയമം കൃപ, നിയമം കൃപ. ഇങ്ങനെയാണ് നമ്മുടെ രക്ഷ. ഇനി മറക്കൂലല്ലോ, നിയമം പാലിച്ചത് കൊണ്ട് ഒരുവനും രക്ഷിക്കപ്പെടുന്നില്ല. നിയമം പാലിച്ചത് കൊണ്ട് കൂടി രക്ഷ കിട്ടില്ല. രക്ഷ കിട്ടുന്നത് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെ. യേശുക്രിസ്തു ആ പാപത്തെ എടുത്ത് മാറ്റി. ആ പാപത്തെ എടുത്ത് മാറ്റണമെങ്കിൽ പാപം എന്താണെന്ന് അറിയണം, ഇല്ലേ? പാപം എന്താണെന്ന് അറിയണമെങ്കിൽ നിയമം അറിയണം. നിയമം അറിയുന്നതിലൂടെ പാപം എന്തെന്ന് അറിയുന്നു. അതറിഞ്ഞിട്ട് ആ പാപത്തിൽ നിന്നും നമ്മൾ രക്ഷിക്കുന്ന രക്ഷയെ കുറിച്ച് അറിയുമ്പോഴാണ് മനസ്സിലാവും, എന്റെ ദൈവമേ. നോക്കി, ഇത് ആദ്യം മുതലേ ഉണ്ട്. അതോ ഹോമയും പാപം ചെയ്തു. അവരുടനെ എന്നിട്ടോട് ഇനി നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മരത്തിൻ്റെ പുറത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്, ഇല്ലേ? അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദം പറയാം, അതെ, ഞാൻ കർത്താവിൻ്റെ കാലൊച്ച കേൾക്കുന്നുണ്ടല്ലോ. പാപിയായ ആ വ്യക്തിക്ക് കർത്താവിനെ കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലൊച്ച മാത്രമല്ല, കർത്താവിൻ്റെ ഒച്ച തന്നെ കേൾക്കുകയാണ്. നീ എവിടെയാണ് മോനെ? ആദം, നീ എവിടെയാണ്? ആദം ഉടനെ വെളിയിലേക്ക് വന്നു. ഇതാ ഞാൻ. നീ എനിക്ക് എന്ത് പറ്റി? നീ ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്തോ? നീ പച്ചലേക്ക് എടുത്തുകൊണ്ട് ഡ്രസ്സ് എന്താ
നിന്റെ പാവാട എന്താ ഇങ്ങനെ ഇരിക്കണേ, നിന്റെ പാൻറ് എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇത് മോശം. വെട്ടടാ, അല്ലെങ്കിൽ ഞാനിതാ നിനക്ക് വേണ്ടി ഒരു തുകൽ വസ്ത്രം ഉണ്ടാക്കി തരാം, ഒരു ലെതർ ജാക്കറ്റ്, ഒരു ലെതർ ജമ്പർ കർത്താവ് ഉണ്ടാക്കി കൊടുത്തു. ആ ലെതർ ജാക്കറ്റ് ഉണ്ടാക്കാൻ, ആ തുകൽ വസ്ത്രം ഉണ്ടാക്കാൻ കർത്താവ് ഏത് മൃഗത്തിനെ ആയിരിക്കാം അർത്ഥം? ആരായിരിക്കാം? ഒരു ആട്ടുകുഞ്ഞിനെ ആകാനാണ് വഴി. അന്ന് മുതലേ ആട്ടുകുഞ്ഞ് മനുഷ്യനെ വസ്ത്രം ധരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. മോശമൊന്നും നിയമം എഴുതിയും താഴെ വന്നപ്പോഴേക്കും എല്ലാവരും ആ നിയമം ലംഘിച്ച് ഈ സർവശക്തനായ ദൈവത്താൽ നയിക്കപ്പെട്ട അവർ സ്വർണത്തിൻ്റെ കാളക്കുട്ടി ഉണ്ടാക്കി അതിന് ചുറ്റും കിടന്ന് ഉള്ളാൻ തുടങ്ങി. മോശയ്ക്ക് ഇത് കണ്ടിട്ട് കലി ദേഷ്യം കയറിയിട്ട് എന്ത് ചെയ്തു മോശ ആ കർത്താവ് എഴുതി തന്ന നിയമത്തിന്റെ ഫലകം വെളിച്ചു ഒറ്റ. അതാണ് മോശ ചെയ്ത തെറ്റ്. ഒറ്റയടിക്ക് എല്ലാ നിയമവും പൊട്ടിച്ചു. ഇതാ പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മോശയുടെ ഹൃദയം ഇവരോട് ഭയങ്കര ദേഷ്യമായി. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മോശ മലമുകളിലേക്ക് പോയിട്ട് പറയുക, കർത്താവേ, ഞങ്ങൾ നിന്റെ ജനമാണ്, നീയാണ് ഞങ്ങളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്നത്, നീ ഞങ്ങളോട് കോപിക്കരുത്. എൻ്റെ ജനം ഇത്രയും തിന്മ ചെയ്തുവെങ്കിലും നീ അവരുടെ മേൽ കരുണ കാണിക്കും. കർത്താവിന് ഭയങ്കര ദേഷ്യമായി. അവർ ഇത്രയും ചെയ്ത് ഇത്രയും ഈജിപ്തിൽ നിന്ന് ഇത്രയും അത്ഭുതങ്ങൾ നടത്തി അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടും എൻ്റെ ജനം ഇതുപോലെ ചെയ്തല്ലോ. ശരിയാണ് കർത്താവേ, എന്നാൽ ഇതാ ഞാൻ പറഞ്ഞിരുന്നു, എന്നെ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നീ വെട്ടിക്കോ, എന്നാലും എന്റെ ജനത്തിനോട് ഇത്രയും കേട്ടപ്പോ കർത്താവ് പറഞ്ഞു, എന്നാ ശരി, ഞാൻ അവരോട് കരുണ കാണിക്കാം, അവരുടെ സകല പാപങ്ങളെ ഞാൻ കൊടുക്കും. ഇത് പണ്ട് മുതലേ ഉള്ളതാണ് നിയമം, കരുണ, നിയമം. ഇപ്പോ അവരെ ശിക്ഷിച്ചു. അപ്പൊ അങ്ങനെ ശിക്ഷിക്കുന്നതല്ല ദൈവത്തിന്റെ രീതി, രക്ഷിക്കുന്ന ദൈവമാണ്. അപ്പൊ ഈ വിശുദ്ധ കുർബാനയിൽ ഉടനീളം ഉള്ള എല്ലാ പ്രാർത്ഥനകളും ഈ രക്ഷയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങളാണ്. ഇവിടെ രക്ഷാകര രഹസ്യങ്ങളും രക്ഷാകര ചരിത്രവും അനാവരണം ചെയ്യപ്പെടുന്നു. രണ്ട് കാര്യം. എന്താണ് രക്ഷാകര ചരിത്രം? യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷ പെട്ടെന്നുണ്ടായ ഒരു ആഗമനമല്ല. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ യുഗങ്ങളുടെ ആരംഭത്തിൽ തന്നെ ദൈവം സ്ഥാപിച്ചതാണ്. ലോകത്തിന്റെ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന്റെ മുൻപ് തന്നെ, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന്റെ മുൻപ് തന്നെ, ഈ മനുഷ്യനെ ജനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ രക്ഷിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തിയുടെ വായനയാണ് നമ്മൾ. അതിനുശേഷം ആ രക്ഷാകര പദ്ധതി അനാവരണം ചെയ്യുകയാണ്. കർത്താവ് തന്റെ ഉടമ്പടി അനാവരണം ചെയ്യുന്നു. നോഹയിലൂടെ ചെയ്ത ഉടമ്പടി, ഇതാ ഒരു ആർക്ക് ഓഫ് കവനന്റ്, രക്ഷയുടെ ഉടമ്പടി ഇതാ വിശദമായി അല്ലെങ്കിൽ വെളിവായി കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇതാ അബ്രാഹത്തിനോട് പറയാം, അബ്രാഹവും പാപം ചെയ്ത ആ തലമുറയിൽ നിന്നുള്ള ആദത്തിന്റെ മകൻ തന്നെയല്ലേ അബ്രാഹം. അബ്രാഹത്തിനോട് പറയാണ്, നീ നിന്റെ നാടും വീടും വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് വരിക, നീ അവിടെ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കും. കണ്ടോ, നോഹയുടെ കാലത്ത് തിന്മയെ കഴുകി ജലപ്രളയം മൂലം ഒരു ജലപ്രളയത്തിലൂടെ തിന്മയെ കഴുകിക്കളഞ്ഞുവെങ്കിൽ, ശുദ്ധീകരിച്ചുവെങ്കിൽ, അബ്രാഹത്തിന്റെ കാലത്ത് അതിനുശേഷം ദൈവം അനുഗ്രഹം വർഷിക്കാൻ പോവുകയാണ്.
സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും മണൽത്തരി പോലെയും വളരും. പക്ഷെ അബ്രാഹത്തിന്റെ അവസ്ഥ, പക്ഷേ അബ്രാഹത്തിനോട് അവസാനം സാറയുടെ ഗർഭം വരണ്ടപ്പോൾ പറയുകയാണ്, അടുത്ത വർഷം വസന്തത്തിൽ ഞാൻ തിരിച്ചു വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറ ഒരു കുഞ്ഞുണ്ടാകും. അബ്രാഹം അത് വിശ്വസിക്കണം. ശ്രദ്ധിക്കണം, ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭം. നമ്മുടെ വിശ്വാസത്തിന്റെ പൈതൃകത്തിന്റെ ആരംഭം ഇവിടെയാണ്. എന്താ? സാറയുടെ ഉണങ്ങി വരണ്ട ഗർഭത്തിൽ ദൈവം, പ്രത്യാശയ്ക്ക് യാതൊരു വകുപ്പുമില്ലാത്ത സ്ഥലത്ത് ദൈവം ഇതാ ഒരു അനുഗ്രഹം വർഷിച്ചു. ഇത് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണോ? ദൈവത്തിന്റെ ഇടപെടലിന്റെ. അതാണ് രക്ഷയുടെ ആഗമനം. അത് തന്നെയാണ്. അങ്ങനെ ഈ കുർബാനയെല്ലാം അതിനെ അവിടെ നിന്ന് ഉത്ഭവിക്കുക. ബലി, ഈ ബലിവേദി ആ നോഹ അർപ്പിച്ച ബലിയും അബ്രാഹാം അർപ്പിച്ച ബലിയും ഇതേ ബലിവേദി തന്നെയാണ്. നോഹ ബലിയർപ്പിച്ചപ്പോൾ, ആദ്യമായി നോഹ ബലിയർപ്പിച്ചപ്പോൾ കർത്താവ് സുഗന്ധം ആസ്വദിച്ചിട്ട് പറഞ്ഞു, ഇനിമേൽ മനുഷ്യരെ നശിപ്പിക്കില്ല, ഇനിമേൽ ഞാൻ മനുഷ്യരെ നശിപ്പിക്കില്ല, മറിച്ച് അവനെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ നോഹയോട് പറഞ്ഞു. ഇതാ ഞാനൊരു റെയിൻബോ മഴവില്ല്, ഇതാ ഞാനൊരു മഴവില്ല് കാണിക്കും. ഈ മഴവില്ല് കാണുമ്പോൾ നീ ഓർത്തുകൊള്ളുക, ഇതാണ് ഒരു പുതിയ ഉടമ്പടിയുടെ ചിഹ്നം. കണ്ടോ? ആ പുതിയ ഉടമ്പടി, ആ മഴവില്ല്, ആ പുതിയ ഉടമ്പടി, ആ രക്ഷയുടെ ഈ ധൂമക്കുറ്റി. എന്താ ഈ ധൂമക്കുറ്റിയുടെ അർത്ഥം? പെട്ടെന്നൊന്ന് പറയാം. ഈ ധൂമക്കുറ്റിയിൽ കണ്ടോ 4 ചങ്ങലകളാണുള്ളത്. ഈ 4 ചങ്ങലകളിൽ ഈ 3 ചങ്ങലകൾ ത്രിത്വൈക ദൈവത്തിന്റെ പ്രതീകമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ താഴെ ഇതിന്റെ കീഴ്ത്തട്ട് ലോകവും മേൽത്തട്ട് സ്വർഗവുമാണ്. ഈ 3 ചങ്ങലകളിൽ നിന്നും താഴോട്ട് വരുന്ന 4ാമത്തെ ചങ്ങല മനുഷ്യാവതാരമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു, മനുഷ്യനായി വരും. ഈ 3ാമത്തെ ചങ്ങലയിൽ നിന്നും 4ാമത്തെ ചങ്ങല ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. ത്രിത്വൈക ദൈവം മനുഷ്യനായി അവതരിച്ച് എന്തിനാണ്? ഈ സ്വർഗത്തെ തുറക്കാൻ. സ്വർഗം തുറക്കപ്പെട്ടു. ഈ സ്വർഗം തുറന്നപ്പോൾ കാണുന്നത് കുറെ കരിക്കട്ടയാണ്. അതെന്താണ് ഈ കരിക്കട്ട? ഈ കരിക്കട്ട ഒരു രക്ഷ പ്രാപിക്കേണ്ട പാപകരമായ ജീവിതത്തിൽ കിടക്കുന്ന, രക്ഷിക്കപ്പെടേണ്ട ലോകമാണ് ഈ കരിക്കട്ട. ഈ കരിക്കട്ടയിലിടുന്ന തീക്കട്ടയോ പരിശുദ്ധാത്മാവാണ്. രക്ഷ കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ്. ഈ മണികൾ 12 മണികൾ ഉണ്ടാകും. കുറച്ച് മണിയൊക്കെ പോയിട്ടുണ്ടെന്ന് നോക്കും. 12 മണികൾ, 12 അപ്പസ്തോലന്മാരാണ്, 12 ഗോത്രങ്ങളാണ്. മനസ്സിലായോ? ഇപ്പോ ഇനി ധൂമക്കുറ്റി വീശാൻ കുറച്ച് സുഖമുണ്ടല്ലേ? അപ്പൊ ഇതാണ് നോഹ ബലിയർപ്പിച്ചപ്പോൾ ഉണ്ടായ ആ പരിമളം. ഇന്നും നമ്മുടെ ബലിയർപ്പണത്തിൽ, ആരോൻ ബലിയർപ്പിച്ചപ്പോൾ, മോശ അർപ്പിച്ചപ്പോൾ എല്ലാം ഈ പരിമളം അർപ്പിച്ചുകൊണ്ട് ആ പരിമളത്തിന്റെ. അപ്പോൾ ഇതെല്ലാം രക്ഷാകര ചരിത്രത്തിന്റെ രക്ഷാകര ചരിത്രവുമായിട്ട് അബ്രാഹത്തിന്റെ ബലിയും നോഹയുടെ ബലിയും മോശയുടെ ബലിയും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ ബലിയർപ്പിക്കുന്നത്. അന്ന് അബ്രാഹാം ബലിയർപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞു, നീ നിന്റെ ഏകമകനെ എനിക്കായി, നീ സ്നേഹിക്കുന്ന മകനെ എനിക്കായി ദഹന ബലിയർപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് അബ്രാഹാം സ്വീകരിച്ചു. അങ്ങനെ ആദം അനുസരണക്കേട് കാണിച്ചപ്പോൾ ഇതാ മറ്റൊരു ആദം അഥവാ അബ്രാഹാം സ്വന്തം മകനെ ബലികർപ്പിക്കുന്ന കാര്യത്തിൽ വരെ അനുസരണമുള്ളവനായിക്കൊണ്ട് അനുസരണത്തിന്റെ അനുഗ്രഹം ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഇതാ അബ്രാഹാം ഒരു ബലിപീഠമുണ്ടാക്കി. ഇസഹാക്ക് തന്റെ ഓമന മകനെ കയറുകൊണ്ട് കെട്ടി ആ വിറക് വെച്ച് ബലിപീഠത്തിന്റെ മുകളിൽ കിടത്തിയിട്ട് കത്തിയെടുത്ത് കഴുത്തറ
അറക്കാൻ കത്തി കഴുത്തിൽ തൊടുമ്പോൾ പെട്ടെന്ന് മാലാഖ കൈക്ക് പിടിച്ച് വലിച്ചു. കുഞ്ഞിന്റെ മേൽ തൊട്ടു പോകരുത്. ഏബ്രഹാം വീണ്ടും സ്വരമുണ്ടായി സ്വർഗത്തിൽ, നീ നിന്റെ ഏകമകനെ എനിക്ക് നൽകാൻ മടിക്കായികയാൽ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു. ദൈവം മനുഷ്യനോട് ശപഥം ചെയ്തിട്ടുള്ള ഏക രഹസ്യമായ ഏറ്റവും വിസ്മയമായ നിമിഷമാണ്. ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആ അനുഗ്രഹമാണ് ഇന്ന് നമുക്ക് ഈ ബലിപീഠത്തിൽ നിന്ന് ലഭിക്കുന്നത്. ദൈവം മനുഷ്യനോട് ശപഥം ചെയ്തു. God's word. അപ്പൊ ആ പഴയ നിയമത്തിന്റെ പശ്ചാത്തലവും ചരിത്രവും അതിനുശേഷം ഈജിപ്തിൽ നിന്നും ദൈവജനം വിമോചിപ്പിക്കുമ്പോൾ 400 വർഷത്തെ കഠിനമായ അടിമത്വം നമ്മുടെ പാപത്തിന്റെ അടിമത്വത്തിന്റെ തുല്യമാണ്. പരമ്പരാഗതമായിട്ടുള്ള പാപം നിങ്ങളിൽ ഉണ്ടാകാം. നമ്മൾ ഇന്നലെ പറഞ്ഞു, പാരമ്പര്യമായ പാപം ഉണ്ടാകാം. 400 വർഷത്തെ അടിമത്വം ഒറ്റ രാത്രി കൊണ്ട് തകർത്ത് ദൈവജനം ഇതാ പുറത്തു വരുന്നു. സകല പാരമ്പര്യ പാപങ്ങളെയും തകർത്തുകൊണ്ട് ദൈവം ഇതാ തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുന്നു. അന്ന് കർത്താവ് ചെയ്തു. ഇസ്രായേൽ ജനം ഓരോ കുടുംബവും ഇന്ന് ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തം അവരുടെ ഭവനത്തിന്റെ കട്ടളപ്പടികളിൽ പൂശണം, അഥവാ മുദ്ര കുത്തണം. കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്ര കുത്തപ്പെട്ട കട്ടളപ്പടികളിൽ ഭവനങ്ങളിലുള്ളവർ സംഹാരദൂതൻ അവിടെ പ്രവേശിക്കുകയില്ല. അവരെല്ലാം ഇന്ന് രാത്രി വിമോചിക്കപ്പെടും. Praise the Lord. ആ കുഞ്ഞാടിന്റെ രക്തം തന്നെയാണ് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കട്ടളപ്പടികളിലേക്ക് ഒഴുകുന്നത്. ആ കുഞ്ഞാടിന്റെ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയാൽ ഇനി സംഹാരദൂതൻ നമ്മൾക്ക് അധികാരം പറയും. ഏത് സംഹാരദൂതൻ ഈ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്ര പൊട്ടിക്കും? ഇതാണ് നമ്മുടെ വിശ്വാസം. അതാണ് കുർബാനയുടെ അവസാനത്തിൽ പറയുന്നത്, നിന്റെ ശരീരം ഭക്ഷിക്കും, ഇതാ ഞാൻ നിന്നെ മുദ്ര കുത്തുന്നു, കുരിശടയാളം വഴി. എന്താ കുരിശടയാളത്തിന്റെ സംരക്ഷണം? യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണമാണ്. ഇസ്രായേൽ ജനം കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവരുടെ കട്ടളപ്പടികൾ മുദ്ര കുത്തിയപ്പോൾ സംഹാരദൂതനിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എങ്കിൽ ആ വലിയ രഹസ്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രക്ഷയുടെ ഒരു മുൻ ആസ്വാദനം മാത്രമായിരുന്നു. ആ കുഞ്ഞാടിന്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു കണ്ടോ, അവിടെ വിശുദ്ധ കുർബാന ആരംഭിച്ചു. അപ്പോൾ വിശുദ്ധ ബലി ആരംഭിച്ചതിന്റെ ആദ്യ ഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. അബ്രാഹത്തിന്റെ ബലി, കുഞ്ഞാടിന്റെ രക്തത്തിലുള്ള മുദ്ര, ഇതെല്ലാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ വിശുദ്ധ കുർബാനയുടെ പഴയ നിയമ പശ്ചാത്തലമാണ്. അതിന്റെ പൂർത്തീകരണമാണ് യേശുവിലൂടെ വന്നത്. അപ്പോൾ ഇവിടെ ഈ യേശുവിലൂടെ വന്നത് രക്ഷാകര രഹസ്യങ്ങളാണ്. യേശുവിന് മുൻപ് രക്ഷാകര ചരിത്രമാണ്. ആ രക്ഷാകര രഹസ്യങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് 7 കാര്യങ്ങളാണ്. എന്തെല്ലാമാണ്? ഇതെല്ലാം നമ്മുടെ കുർബാന പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ ഉള്ള 7 ശുശ്രൂഷകളുണ്ട്. 7 കാര്യങ്ങൾ, 7 രഹസ്യങ്ങൾ എന്തെല്ലാമാണ്? യേശുവിന്റെ മനുഷ്യാവതാരം, അതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മുഴുവനും ചിന്തിക്കുന്നത്. മനുഷ്യാവതാര രഹസ്യം. രണ്ടാമത് യേശുവിന്റെ മാമോദീസ. യേശുവിന്റെ മനുഷ്യാവതാരം, യേശുവിന്റെ മാമോദീസ, യേശുവിന്റെ പരസ്യ പ്രഘോഷണ ജീവിതം, 4 യേശുവിന്റെ പീഠാസനവും മരണവും, 5 യേശുവിന്റെ പുനരുത്ഥാനം, 6 യേശുവിന്റെ സ്വർഗാരോഹണം, 7 യേശുവിന്റെ സ്വർഗ അവരോഹണം. സ്വർഗാരോഹണം, പിന്നെ സ്വർഗ അവരോഹണം, അതാണ് പന്തക്കുസ്ത. ഇനി 8ാമതൊരു കാര്യം കൂടിയുണ്ട്, അത് സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല. അതെന്താണ്? യേശുവിന്റെ വീണ്ടും വരവ്. എന്നാൽ അതും ഈ കുർബാനയിൽ സംഭവിക്കുകയാണ്.
കാരണം ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ഈശോ തന്നെയാണോ അന്ത്യദിനത്തിൽ വരാൻ പോകുന്ന ആള്? അതാണ് ലാസറിന്റെ വീട്ടിൽ വെച്ച് ഈശോ പറഞ്ഞത്. ലാസറിന്റെ പെങ്ങന്മാരെ എങ്കിലും നീ എന്ത് ചോദിച്ചാൽ തരും. ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതെനിക്കറിയാം, അന്ത്യദിനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തും. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നീ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവമഹത്വം കാണും. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ഞാനാണ് ജീവനും പുനരുത്ഥാനവുമായ ഞാൻ. ഇതാ ഇന്ന് ലാസർ നിന്റെ ഭവനത്തിൽ നിന്റെ സഹോദരൻ ഇന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ആ ഉത്ഥാനഗീതമെല്ലാം നമ്മൾ ആലപിക്കുമ്പോൾ മാമോദീസായിലൂടെ നമ്മൾ ഏത് ആത്മാവിലാണ് മുങ്ങിയിരിക്കുന്നത്, ഏത് ആത്മാവാണ് നമ്മളെ സ്ഥാനപ്പെടുത്തിയത്? ഉദ്ധിതനായ കർത്താവിന്റെ ആത്മാവ്, ഉത്ഥാനത്തിന്റെ ആത്മാവിലൂടെ നമ്മൾ ആൾറെഡി ഇപ്പൊ തന്നെ ആ ഉത്ഥാനത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. ആ ഉത്ഥാനത്തിന്റെ ആത്മാവാണ് ഈ വിശുദ്ധ ബലിയിൽ ആരംഭം മുതൽ അവസാനം വരെ. അപ്പോൾ മാമോദീസായുടെ യേശുവിന്റെ ആ ബാല്യകാല ജീവിതമാണ് കുർബാനയുടെ ആദ്യ ഭാഗത്തുള്ള, പ്രത്യേകിച്ച് റാസ കുർബാനയുടെ ആദ്യ ഭാഗത്തുള്ള നീണ്ട വചന ശുശ്രൂഷയുടെ കാലഘട്ടം. യേശുവിൻ്റെ ബാല്യകാലം മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ദൈവവചനത്തിലൂടെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയും നിറഞ്ഞ ആ കാലഘട്ടം. പക്ഷെ അപ്പോഴും യേശു നോക്കിക്കൊണ്ടിരുന്നത് താൻ സ്വീകരിക്കാനിരിക്കുന്ന കുരിശിനെയാണ്. അതുകൊണ്ടാണ് യേശു മാമോദീസായിൽ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ തന്നെ കുരിശിനെ സ്വീകരിക്കുകയാണ് എൻ്റെ അർത്ഥം. യേശു ജനിച്ചപ്പോൾ തന്നെ കുരിശിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യേശു ജനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുരിശ് ചുംബിക്കുന്ന ഒരു ശുശ്രൂഷ ഇതിനകത്തുണ്ട്. ആ യേശുവിൻ്റെ കുരിശ് തന്നെ നമ്മൾ ഓരോരുത്തരും ചുംബിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മാമോദീസ യേശുവിൻ്റെ മാമോദീസ പോലെ തന്നെ ദൈവത്തിന് പ്രീതികരണമായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ആ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ ഈ യേശുവിൻ്റെ പരസ്യ പ്രഘോഷണ ജീവിതമാണ് വചന ശുശ്രൂഷയിൽ പരസ്യപ്രമായിട്ട് വചനം പ്രഘോഷിക്കുമ്പോൾ ആ പരസ്യ ജീവിതത്തിൽ നമ്മൾ പങ്കുചേരുന്നു. വിരി വരുന്നു. ഈ വിരി ഇവിടെ വിരിച്ച് വൈദികൻ 12 പ്രാവശ്യം സാഷ്ടാംഗം വീണ് കിടന്ന് അതിനുശേഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. നമ്മളുടെ പരിശുദ്ധാത്മാവിൻ്റെ കരിസ്മാറ്റിക് ധ്യാനത്തിലുള്ള ഏറ്റവും വലിയ ശുശ്രൂഷ പരിശുദ്ധാത്മാ അഭിഷേക പ്രാർത്ഥനയാണ്. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ നോക്കിയിരിക്കേണ്ട. ഈ വിരി ചുംബന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ 12 പ്രാവശ്യം വൈദികൻ മുട്ടിൽ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് കരങ്ങളുയർത്തി റൂഹായെ ക്ഷണിക്കുമ്പോൾ നമ്മളെല്ലാവരും അതിശക്തമായി പരിശുദ്ധാത്മാവ് നിറയും. ഇതാണ് നമ്മുടെ അനുഭവം. ഇത് ആദ്യത്തെ ഈ ബോധ്യത്തോടു കൂടി ഞാൻ ആദ്യം റാസ കുർബാന അർപ്പിച്ചപ്പോൾ അപ്പോൾ ഞാൻ കൺട്രോൾ ഇല്ലാണ്ട് വാവിട്ട് കരഞ്ഞുപോയി. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ധ്യാനം കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം. ഇന്ന് നിങ്ങളെല്ലാവരും അത്തരത്തിലുള്ള ഒരു അനുഭവത്തിന് വേണ്ടി ദാഹിക്കണം. ഇന്ന് ഈ സമയത്ത് ഈ റൂഹായെ ക്ഷണിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമായ ക്രിസ്തുവിൻ്റെ ശരീരമായ നമ്മൾ ഓരോരുത്തരും ഓരോ കോശങ്ങളും രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതകരമായ ഉയർപ്പിന്റെ ഞാനാണ് ഉയർപ്പ്. ലാസറിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിൽ ഉയർപ്പ് അനുഭവം ഉണ്ടായ പോലെ നമ്മൾ ഓരോരുത്തരിലും ചീഞ്ഞളിഞ്ഞ എന്ത് തന്നെ ഉണ്ടോ അതെല്ലാം ഇന്ന് ഉയർക്കണം. ഈ ഒറ്റ
കുർബാനയിൽ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പിന്നെ ബാക്കി നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന കുർബാനയുടെ മാതിരി തന്നെയാണ്. അപ്പോൾ ആ അവർണ്ണനീയമായ അത്ഭുതകരമായ ഈ കാര്യത്തിൽ നിങ്ങൾ മറ്റൊന്നും ഇന്ന് നിയോഗം വെക്കേണ്ട. ഒറ്റ നിയോഗമേ ഉള്ളൂ. എന്താ? ചീഞ്ഞ് അളിഞ്ഞ ലാസർ ഉയർത്ത പോലെ ഞാൻ ഉയർക്കണം. നമ്മൾ ഓരോരുത്തരും ഈ രക്ഷാകര പദ്ധതി മുഴുവനും ഇതാ ഏതാനും നിമിഷങ്ങൾ കൊണ്ട്, ചിലപ്പോൾ 1.5 മണിക്കൂർ എടുക്കും. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിറച്ച് നമ്മൾ ഇന്നൊരു പുതിയ സൃഷ്ടിയാകാൻ പോവുകയാണ്. ഇത് അത്യുന്നതമായ ഒരു പ്രവർത്തനമാണ്. സഭയിൽ ഏറ്റവും വലിയ ആരാധനയാണ്. യേശു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ആവേശത്തോടെ, ഞാൻ നേരത്തെ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നയിച്ചതാണ്, രക്ഷയെക്കുറിച്ചുള്ള, ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള, നീതിയെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ബോധ്യമില്ലാതെ നമുക്ക് ഈ കുർബാന അനുഭവമാകില്ല. അതുകൊണ്ടാണ് ഇതിലൊരു പാട്ട് നമ്മൾ സാധാരണ പാടാറുണ്ട്. അല്ലെങ്കിൽ കുർബാന ഉയർത്തുന്ന സമയത്ത് നീതിയുടെ കവാടം ഞങ്ങൾക്കായി തുറക്കേണമേ. കണ്ടോ? ഈ വിശുദ്ധ കുർബാനയിലൂടെ, യേശുവിലൂടെ പ്രപഞ്ചം മുഴുവനിലേക്കുമായിട്ട് നീതിയുടെ കവാടം തുറന്നിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് അനുഭവിക്കാൻ പോവുകയാണ്. 5 മിനിറ്റ് ഇൻ്റർവെൽ കഴിഞ്ഞ് പെട്ടെന്ന് വരിക. എന്നോട് ക്ഷമിക്കണം, സമയം നീണ്ടുപോയി. ഇതൊരു ത്യാഗമായിട്ട് ഒരു